അതായത് ഇതിപ്പോ യൂബർ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്തപ്പോ വന്ന ആളാണ് അല്ലേ? അത് ഇവിടെ യൂബർ ബുക്ക് ചെയ്ത് ഇവിടെ വരുത്തിച്ചിട്ട് ഞാൻ അതിനെന്നെ വിളിച്ചെടുത്തത് ആണ് അല്ലേ? ഇതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ വീഡിയോ ഗ്രൂപ്പിൽ ഇടാൻ പോവാ. ആയിക്കോട്ടെ. എന്റെ വണ്ടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഗ്രൂപ്പിൽ മാത്രമല്ല നിങ്ങൾ എന്താണ് ചെയ്തോളി. എനിക്കിത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം. നോ പ്രോബ്ലം. ഒരു കുഴപ്പമില്ല. നാളെ നിങ്ങളും ഡൗൺലോഡ് ചെയ്യും. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നുള്ള തീരുമാനിക്കില്ലേ? പിന്നെ ഞാൻ ഓടുന്നുണ്ടോന്ന് നിങ്ങളല്ലല്ലോ തീരുമാനിക്കും. വണ്ടി കാലെടുത്തോളി. വണ്ടി കാലെടുത്തോളി. ഞാൻ കാലിച്ചതിനെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. നിന്റെ വണ്ടി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ വണ്ടിയാ. ആയിക്കോട്ടെ. പൈസ കൊടുത്ത് വാങ്ങിയ മുതല് ഇങ്ങനെ മറ്റുള്ള എന്താ ശരിയില്ലാത്ത ഏർപ്പാട് പറഞ്ഞോണ്ടാ? എന്താ ഞാൻ ചെയ്ത് തെറ്റ് പറഞ്ഞോണ്ടാ? ഒരു തെറ്റുമില്ല. നിങ്ങൾ 200-300 വാങ്ങുന്ന 150 രൂപ കസ്റ്റമർ കൊണ്ടുപോകുന്നുണ്ട്. എവിടെയായാലും പറയട്ടെ, നിങ്ങൾ കത്തി വെക്കുന്ന പൈസക്ക് ഞാൻ കറക്റ്റ് നല്ല മാന്യമായിട്ട് പണിയെടുത്താ ജീവിക്കുന്നത്. ഞാൻ മാന്യമായിട്ട് പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഇത് നാളെ നിങ്ങൾ എല്ലാവരും ഡൗൺലോഡും ചെയ്യും, നിങ്ങളൊക്കെ യൂസും ചെയ്യും. അന്നും ഞാൻ ഈ വീഡിയോ ഞങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യും. ഒരു സീനും ഇല്ല. നിങ്ങൾ എന്താ നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ ചെയ്യേ. ഒരു സീനും ഇല്ല. നിങ്ങളെ പേരെന്തേലും പേര് പറയാൻ പറ്റുമോ? ജിത്തു. ജിതിൻ. വണ്ടി വീട്ടിൽ എത്ര കൊല്ലായി? ഞാൻ 2 കൊല്ലമായിട്ടുള്ളൂ. ഞാനൊരു 10 കൊല്ലായി. അതിനിപ്പോ ഞാൻ എന്താണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ 10-20 കൊല്ലായിക്കോളി. വണ്ടിയാണ്. ഓടിക്കാൻ അറിയാൻ ഓടിക്കുക, പണിയെടുക്കാൻ അറിയാൻ പണി കൊടുക്കുക. കൂട്ടത്തിൽ നിന്നും കണ്ട് ഞാൻ ഒരു കൂട്ടത്തിലും ഇല്ല, ഒരു സംഘടനയിലും ഇല്ല, ഒന്നിലും ഇല്ലാത്ത എന്റെ പ്രശ്നം. എന്തിനാണ്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് തിന്നാൻ വേണ്ടിട്ട് ഞാൻ പണിയെടുത്തിരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഒരു സംഘടനയുടെ ആവശ്യമില്ല. അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു സംഘടനയുടെ ആവശ്യമില്ല. എനിക്ക് ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ലൈസൻസ് തന്നിട്ട് വണ്ടി എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഞാൻ ഇന്ത്യൻ പൗരനാണ്. എനിക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഞാൻ പണിയെടുത്ത് ജീവിക്കും. ആയിക്കോട്ടെ കേട്ടോ. പേടിപ്പിക്കരുത് കേട്ടോ. വേറെ ആരെയും പേടിപ്പിച്ചോളൂ കേട്ടോ. ആയിക്കോട്ടെ, പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധിമുട്ടിച്ചങ്ങാണ്ട് ഡയലോഗ് അടിക്കല്ലേ? ആയിക്കോട്ടെ. അത് നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവരുത്. പേടിപ്പിക്കരുത്. നാളെ നിങ്ങളും ഈ ഊബർ ഡൗൺലോഡ് ചെയ്യൂ. നാളെ നിങ്ങളും ഓടും. ഈ കണ്ട ഓട്ടോക്കാരൊക്കെ ഓടും കേട്ടോ. കൊറേ കണ്ടോ? ഞാൻ ഓടുമ്പോ യൂബർ ഡൗൺലോഡ് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓടുന്ന നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓടുന്ന നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓടും എന്റെ ഇഷ്ടത്തിന് കേട്ടോ. ആയിക്കോട്ടെ. കോഴിക്കോട് ഞാൻ കോഴിക്കോട് ജനിച്ചു വന്ന വ്യക്തി. ഞാൻ എവിടെയാണ് ജീവിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ ഓടും. എനിക്ക് ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഓടും കേട്ടോ. ഇന്നെ പേടിപ്പിക്കരുതേ. വേറെ ആരും വെച്ച് പേടിപ്പിച്ചോ. ഒരു ഊബർ ഉണ്ടാക്കാൻ നടക്കും. വിളിച്ചുകൊണ്ട് പേടിപ്പിക്കാൻ നടക്കുക.